ടീമിന് ചെറിയൊരു ഗെയിമാണ്. ഈ കുപ്പി കറക്കി നേരെ നോക്കണം. തോറ്റ് ചാട്ടക്കടി ഉള്ളോ? ചാട്ടക്കടി അയ്യോ അവക്ക് എന്നെ കറക്കാൻ മാത്രമല്ല നമ്മള് കുപ്പി കറക്കറിയാൻ പറ്റില്ല. ഒരു പൊടിക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് സ്വന്തമായിട്ട് മനസ്സിലാകാരാ സ്വാഭാവികം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ പോസസീവ് ആരാ? ഏറ്റവും കൂടുതൽ സ്വാർത്ഥത. സ്വാർത്ഥൻ. അതിന് മറ്റുള്ളവരോട് മിണ്ടാൻ പാടില്ല, മെസ്സേജ് അയക്കാൻ പാടില്ല. എന്റേതാണ് നീ എന്റേത് മാത്രമാണ്. ഇവര് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടോ പോലെ. ശരി, ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഫോൺ വിളിക്കുന്നത് ആരാ? ഒരു ദിവസം ഷിയാസ്ന. ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഫോൺ വിളിക്കുന്ന ഷിയാസ. ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഫോൺ വിളിക്കുന്നത് ആരാ? ഓക്കെ, അത് മാത്രം റൈറ്റ് ആൻസർ. ഒന്ന് കൈയടിച്ചു കൊടുക്കാം. ഇതില് ഏറ്റവും വലിയ സിംഗർ, ഞാൻ ഗായകൻ എന്ന് പറഞ്ഞിട്ടില്ല, ഗായിക എന്ന് പറഞ്ഞിട്ടില്ല, ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ സിംഗർ ആരാ? എന്റെ താരയിലൊക്കെ പ്രോത്സാഹിപ്പിക്കും. ഇത് പറയൂ, 4 കുട്ടികൾ വേണമെന്നാണോ ആഗ്രഹം? നമുക്ക് നാളെന്നല്ലേ സമയം 9:47. ഇന്നത്തെ ഫ്രഷ് ആട്ടോ. ശരി, ഇനി അടുത്തത്. ഫസ്റ്റ് നൈറ്റില് ഏറ്റവും അധികം കിടന്ന് ഉറങ്ങാൻ പോകുന്നതാരാ? ഭയങ്കര കോൺഫിഡൻസ് ഉറക്കായിരിക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ എല്ലാ പ്ലാൻസും ചിറ്റിപ്പോട്ടെ, രണ്ടുപേരും ഉറങ്ങാൻ പോവാ. ഓക്കെ, സോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോകും. എനിക്ക് അമ്മച്ചിയും കൂടെ വേണം. അമ്മച്ചി ഇവിടെ ഉണ്ട്, അമ്മച്ചി നന്നായിട്ട് പാട്ട് പറയാം. ഓക്കെ, അടുത്തത്. സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ഇതിൽ ഏറ്റവും കൂടുതൽ തല്ലിപ്പൊളി കൗണ്ടർ പറയുന്നത് ആരാ? കോൺഫിഡൻസ് ആയിട്ട് ഏറ്റവും കൂടുതൽ തല്ലിപ്പൊളി കൗണ്ടർ പറയുന്നത്. ശരി, ഇതിൽ ഏറ്റവും കൂടുതൽ പിണക്കമുള്ള ആളാരാ? സത്യസന്ധത. താരയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഐ ലവ് യു എന്ന് ഏറ്റവും കൂടുതൽ പറയാറുള്ളത് ഒരു ദിവസത്തിൽ? രണ്ടുപേരും ഇതുവരെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്ത് ഈ 5 വർഷത്തെ പ്രണയം? ടീമിന് ഐ ലവ് യു പറയാൻ ഇംഗ്ലീഷിൽ അറിയില്ല. ഐ ലവ് യു എന്ന് പറയാറില്ലേ? എന്തെങ്കിലും അറിയോ? ഇവിടെ നിൽക്കുന്നവര് പറയരുത്, ഓഡിയൻസിന് പറയണം. എന്തെങ്കിലും അറിയോ? ശരി, അങ്ങനെയാണെങ്കിൽ ശരി, അങ്ങനെയാണെങ്കിൽ എന്താ വിളിക്കണേ? നമ്മുടെ ബീവി ചേട്ടന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ബി എന്താണ്? താര പറയണം. ബീവി ചേട്ടന്, അതായത് താരയുടെ ബീവി ചേട്ടന് ബിനീഷ് മാസ്റ്റർ കല്യാണ ചക്കനും പെണ്ണിനെ കാണുന്നില്ല. ഒന്ന് വരൂ, സ്റ്റേജിലേക്ക് വരൂ. ഇനി ഒരു ഫാമിലി ഫോട്ടോ എടുക്കലാണ് അടുത്തത്. ബിനീഷ, ബിനീഷ് മാസ്റ്റർ വരൂ. ഇനി വ്യത്യസ്തമായ ഒരു ഫാമിലി ഫോട്ടോ എടുക്കലാണ് ഇവിടെ പോകുന്നത്. ആ ഫാമിലി ഫോട്ടോ എടുക്കാനായി എന്റെ പ്രിയപ്പെട്ട ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഫോർ എ ഫോട്ടോ സെഷൻ. നമുക്ക് അനുവേണ്ട പലപ്പോഴും ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റാർ മാജിക് ഫാമിലി പലപ്പോഴും മിസ്സായിട്ടുണ്ട്. സോ എല്ലാ സ്റ്റാർ മാജിക്കിലെ ഫാമിലി മെമ്പേഴ്സ് ഒരിക്കൽ കൂടി ചെയ്തു തരും. ഒരു കാര്യം, എന്നെ കാണാൻ വേണ്ടി കുവൈറ്റിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. ഐശ്വര്യ കൊണ്ട് 2 വാക്ക് കത്തറ് രാജ്യമല്ലേ വാദിപ്പുള്ളത്. ഞാൻ ആക്ച്വലി ഭയങ്കര സന്തോഷത്തിലാണ്. എന്റെ സ്വന്തം ബ്രദറാണ് ടീമ്. ഞാൻ വരുന്ന കാര്യം ടീമിനോട് പറഞ്ഞിട്ടില്ല. ഞാൻ വരും കാര്യം തന്നെയാണ് ടീമിനോട് പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര സർപ്രൈസ് ആയിട്ട് വന്നതാണ്. എത്തിയേ ഉള്ളൂ. അപ്പം അല്ല, ഞങ്ങളെല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നതാണ്. ഞങ്ങൾ 3-4 ദിവസമായിട്ട് കൂടെ ഉണ്ട്. ഓക്കെ, കുറെ നാൾക്ക് ശേഷമാണ് എന്റെ കൂടെ.
അടിമാലി എന്താ പറയാനുള്ളത്? ബിനീഷിന്റെ കല്യാണം ആയതിനെ പറ്റി എന്താ അടിമാലിക്ക് പറയാനുള്ളത്? ഞാൻ ആദ്യം പറഞ്ഞു ഒരു പാട്ടും പാടി എന്നെ ഇറക്കി വിട്ടതാണ്. അത് സാധാരണ ഞാൻ പാട്ടോടെ ഇറങ്ങി പോണത്. അത് വേറെ കാര്യമല്ല, ഗിരീഷ് ബാസിന്റെ നാടൻ പാട്ടിലെ ഓരോ ടീമുകൾ കല്യാണം കഴിച്ച് പോകുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അല്ലേ. മെയിൻ ഗായിക കോറസ് ടീം ഐഷ പോയപ്പോഴാണ് പുള്ളി ട്രോപ്പ് നിർത്തിയത്. പിന്നെ അന്നത്തോപ്പം നിന്നു തകർക്കുകയായിരുന്നു. അപ്പോ എന്തായാലും ഓരോ ആളുകളെ കല്യാണം കഴിക്കാത്തവരുടെ കല്യാണം നടന്നു പോകണം. പുള്ളിയുടെ കുറിച്ച് കളിക്കുന്ന എല്ലാവരും കല്യാണം നടക്കും. ഇല്ല, സ്റ്റാർ മേജിക്കിൽ എനിക്ക് മൈക്ക് തരാറില്ല. എനിക്ക് ഒന്നാം പരിപാടിക്ക് എനിക്ക് മൈക്ക് കിട്ടില്ല. പിന്നെ ഇത് ഗംഭീരമായിട്ട് പറക്കണം.